മലപ്പുറം താനൂരിൽ സിപിഐഎം പ്രവർത്തകർക്ക് നേരെ ആക്രമണം 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ സ്വാലിഹ് നൽകും. സ്വാലിഹ്, എപ്പോഴായിരുന്നു സംഭവം? പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണോ? അഞ്ജു, ഇന്നലെ രാത്രിയോടെയാണ് സംഭവങ്ങൾ നടക്കുന്നത്, അക്രമം നടക്കുന്നത്. താനൂർ നിറമരുതൂരിലെ ഉണ്ണിയാലിൽ ഒരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് ലീഗ് പ്രവർത്തകർ സംഘടിച്ചെത്തി സിപിഎം പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കങ്ങളാണ്. തുടർന്ന് പലതവണ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളെന്നുമാണ് കരുതുന്നത്. 8 സിപിഎം പ്രവർത്തകർക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിറമരുതൂർ പഞ്ചായത്തിൽ സിപിഐഎം ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്നത് ഏകപക്ഷീയമായ ഒരു ആക്രമണമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനിടെ ഒരു സംഘം മാരകായുധങ്ങളുമായെത്തി ആക്രമിക്കുകയായിരുന്നു. 15ഓളം പേർക്ക് വേറെയും ചെറിയ പരിക്കുകളോടെ തൊട്ടടുത്തുള്ള താനൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഞ്ജു, സ്വാലിഹ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നാൾ പിന്നിടുന്നു. ആ പക മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഒളിപ്പോര അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാമോ? മറിച്ച് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനമാണോ സംഭവത്തിന് പിന്നിൽ? അഞ്ജു, താനൂർ ഏറെക്കാലമായി മുസ്ലിം ലീഗിന്റെ കുത്തകയായിരുന്ന ഒരു മണ്ഡലമാണ്. ഇത് നഷ്ടപ്പെട്ടതിലെ ഒരു വിരോധം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഇടയിലുണ്ടായിരുന്നു. തുടർന്ന് പലതവണ ഇരു വിഭാഗങ്ങളും, ഇത് മത്സ്യത്തൊഴിലാളി മേഖല കൂടിയാണ്, ഇരു വിഭാഗങ്ങളും പലതവണ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നലത്തെ സംഭവം എന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ ഒരാൾ മരിക്കുന്ന സാഹചര്യം വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് ഉടനെ ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം പക ഇരു വിഭാഗങ്ങൾക്കിടയിലുമുണ്ട്. തുടർന്ന് പലതവണ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താനൂർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. മുസ്ലിം ലീഗ് പ്രവർത്തകർ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം താനൂരിൽ കണ്ടുവരുന്നത്. അഞ്ജു, സംഭവത്തിൽ ആരെയെങ്കിലും പിടികൂടാനായിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? അന്വേഷണം ഏത് ഗതിക്ക് മുന്നോട്ട് നീങ്ങുന്നു? താനൂരിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പേർ നേരത്തെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ടും പോലീസ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇവർ തന്നെയാണോ ഇതിന്റെ പിന്നിലെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നതേയുള്ളൂ. നിരവധി തവണ പോലീസ് ഇരു വിഭാഗങ്ങളുമായും ചർച്ച നടത്തിയിരുന്നു. സർവകക്ഷി യോഗങ്ങൾ പലതവണ സംഘടിപ്പിച്ചിട്ടുണ്ട്. നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ താനൂരിലെ അക്രമം നിയന്ത്രിക്കാൻ ഇതുവരെ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് സിപിഐഎം പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ പണവും സഹായവും നൽകുന്നത് ലീഗ് നേതൃത്വം തന്നെയാണ് എന്നാണ് സിപിഐഎം ആരോപിക്കുന്നത്. ഇത് സാധൂകരിക്കുന്ന തരത്തിലാണ് തുടർച്ചയായി അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പോലീസ് ഇടപെട്ടിട്ടും നിയമ നടപടികൾ സ്വീകരിച്ചിട്ടും അവസാനിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോൾ 8 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉള്ളത്. അഞ്ജു, ശരി, വ്യക്തമാണ്. മലപ്പുറം താനൂരിൽ സിപിഎം പ്രവർത്തകർക്ക് നേരെ ആക്രമണം. മുസ്ലിം ലീഗുകാരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. 8 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്.